ഹായ് വെൽക്കം, ഞാൻ ദിലീപ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ നെത്തോലി മീൻകറിയാണ് കേട്ടോ. അപ്പോൾ നല്ല തേങ്ങാ കൊത്തൊക്കെ ഇട്ട് മുളകിട്ട നെത്തോലി മീൻകറിയാണ്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ നെത്തോലി മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് നുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-8 വെളുത്തുള്ളി ഇതുപോലെ രണ്ടായിട്ട് കീറി അതും, പിന്നെ കുറച്ച് ഒരു അരമുറി തേങ്ങ വേണമെന്നില്ല, കുറച്ച് തേങ്ങ ഇതുപോലെ ഒന്ന് നുറുക്കി എടുക്കണം. പിന്നെ ഒരു 2-3 കുടംപുളി ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കണം. ശേഷം നമുക്ക് ഒരു 2-3 പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയെടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില. ഓക്കെ, ഇത്ര സാധനങ്ങൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഒരു 1/2 സ്പൂണ് കടുക് ഒന്നിട്ട് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂണ് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക. അതും ഒന്ന് പൊട്ടിക്കുക. ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, കീറി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കാം. ഓക്കെ, ശേഷം നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി അതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റി എടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്കതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക്, കറിവേപ്പില ഇവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഓക്കെ, പച്ചമുളകൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് നുറുക്കി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക, തേങ്ങാ കൊത്ത്. എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കാം. അപ്പോൾ അത്യാവശ്യം അതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കാനുണ്ട്. ഞാനിവിടെ ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ എരിവിന് ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഓക്കെ, നമ്മുടെ മസാലയൊക്കെ ഒന്ന് ചൂടായി നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. മസാല കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടംപുളി അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണമെന്നില്ല, എന്നാലും അത്യാവശ്യം വേണം. കാരണം നമ്മുടെ നത്തോലി മീനായതുകൊണ്ട് ചാറ് കുറച്ച് വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മീൻ പെറുക്കി തിന്നേണ്ട അവസ്ഥയാവും. ഭയങ്കര ഒരുപാട് മീൻ ഉള്ളതുപോലെ തോന്നും. കുറച്ച് ചാറ് ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നല്ല തിള വന്നിട്ടുണ്ട് നമ്മുടെ കറി. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാടൊന്ന് ഇട്ട് ഇളക്കാൻ ഇരിക്കുക. ജസ്റ്റ് ഒന്ന് മീനൊന്ന് മുങ്ങി കിടക്കുന്നത് പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരുപാട് തീയൊന്നും വെക്കണ്ട. ഒരു മീഡിയം ലെവലിൽ തീ വെച്ചിട്ട് കുറച്ച് നേരം വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല അത്യാവശ്യമൊക്കെ മീനൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതായത് ചട്ടി ഇങ്ങനെ കറക്കി കൊടുക്കണം. അല്ലാതെ നമ്മൾ തവിയൊന്നും ഇട്ട് ഇളക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ചിലപ്പോൾ മീൻ ഉടഞ്ഞു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇതുപോലെ ഒന്ന് കറക്കി ഇളക്കി കൊടുത്താൽ മതിയാവും. നമുക്കിനി ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കുക. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ നമ്മുടെ നെത്തോലി മീൻ കറി. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് കറക്കി ഇളക്കി കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് വീണ്ടും അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മുടെ നെത്തോലി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാനുള്ള നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കറി ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.